വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോബ് ദൈവത്തിൻ്റെ സർവാധികാരത്വം പ്രകൃതിയിലും മനുഷ്യരിലും പ്രകടമാകുന്നുവെന്ന് വിശദീകരിക്കുന്നു. ദൈവം രാജാക്കന്മാരെ താഴെ കൊണ്ടുവരുന്നു, ജ്ഞാനികളെ ഭ്രമിപ്പിക്കുന്നു, രാജ്യങ്ങളെ ഉയർത്തുകയും തകർക്കുകയും ചെയ്യുന്നു. അതിനാൽ ജോബ് പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യൻ്റെ ലളിതമായ ധാരണകളെക്കാൾ വളരെ അഗാധമാണ്. ദൈവത്തിൻ്റെ സർവാധികാരത്വം, അത് പ്രകൃതിയിൽ നിന്നും ഭരണത്തിൽ വരെ ദൈവം എല്ലാം നിയന്ത്രിക്കുന്നു. മനുഷ്യൻ്റെ പരിധികളെപ്പറ്റിയുള്ള അവബോധം വിവരിച്ച് ജോബ് തൻ്റെ സുഹൃത്തുക്കളുടെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്നു. നീതിയുടെ വൈചിത്ര്യം ജോബ് വിവരിക്കുന്നു. ദുഷ്ടർ സമാധാനത്തോടെ ജീവിക്കുന്നു, നീതിമാനായ ജോബ് പരിഹാസ്യനാകുന്നു. ജോബ് തൻ്റെ സുഹൃത്തുക്കളോട് കടുപ്പമുള്ള ഭാഷയിൽ പ്രതികരിക്കുന്നു. അവൻ അവരെ നിഷ്ഫലമായ വൈദ്യന്മാർ എന്നും ദൈവത്തെ തെറ്റായി പ്രതിനിധീകരിക്കുന്നവരുമായും വിശേഷിപ്പിക്കുന്നു. ജോബ് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം ദൈവം മാത്രമാണ് സത്യവും നീതിയും നൽകാൻ കഴിയുന്നത്. പ്രത്യാശയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത്? എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും. ജോബ് 13-15 തിരുവചനം. ജോബ് ദൈവത്തോട് പ്രാർത്ഥനയും ചോദ്യം ചെയ്യലുകളും നടത്തുന്നു. എന്താണ് എൻ്റെ പാപം? നീ എനിക്കെതിരായി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു? ജോബ് മനുഷ്യൻ്റെ ജീവിതം ചെറുതും കഷ്ടതകളോട് നിറഞ്ഞതാണെന്ന് ദൈവത്തോട് തുറന്നു പറയുന്നു. സ്ത്രീയിൽ നിന്നും ജനിക്കുന്ന മർത്യൻ അല്പായുസാണ്. അവൻ്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും. അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു. അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. ജോബ് 14-1-2 തിരുവചനങ്ങൾ. മരണം അനിവാര്യമാണെന്നും മരിച്ചാൽ മനുഷ്യൻ വീണ്ടും ഉയരില്ലെന്നും ജോബ് പറയുന്നു. എന്നാൽ ഒരു വൃക്ഷം പോലും വെട്ടിയാൽ വീണ്ടും തളിർക്കാമെന്നും മനുഷ്യൻ്റെ കാര്യം അതിനേക്കാൾ കുറവാണെന്നും ജോബ് ദുഃഖത്തോടെ നിരീക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ നിങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.